ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പത്രത്തിലെ ന്യൂസുകളുടെ അളവ് വളരെ കുറവാണ്. മീൻസ് നമുക്ക് ആവശ്യമുള്ള അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ ആവശ്യമുള്ള ന്യൂസുകൾ വളരെ കുറവാണ്. ഈ ഹിന്ദു പോലുള്ള പത്രം പോലും യഥാർത്ഥം ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ് 2 ദിവസമായി. ഇനിയിപ്പോ അതിന്റെ അനാലിസിസ് നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാലിസിസ് നടത്തണം, അതൊരു ആവശ്യത്തിന് മതി. പക്ഷെ ഇപ്പൊ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജ് ഇല്ല, എഡിറ്റോറിയൽ പേജിന്റെ ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജ് ഇല്ല. അവിടെയൊക്കെ മുമ്പ് നല്ല മനോഹരമായിട്ടുള്ള ആർട്ടിക്കിൾസ് നമുക്ക് പഠിക്കാനുള്ള വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഫ്രണ്ട് പേജ് എടുത്താലും കൂടുതലും രാഷ്ട്രീയ ന്യൂസുകളാണ്. ഗവൺമെന്റ് ഫോർമേഷൻ എന്തായാലും നാളെ 7th 9th ഗവൺമെന്റ് ഫോർമേഷൻ നടക്കുന്നതാണ് ഏതാണ്ട് ഉറപ്പായിട്ടുള്ള കാര്യം. അപ്പൊ ആ സമയത്തൊക്കെ ഇട്ട് അതിനെ കൂടുതൽ അനലൈസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ എന്തായാലും ഇതാണ് അവസ്ഥ. എല്ലാ പത്രങ്ങളിലും, ഹിന്ദുവിൽ മാത്രമല്ല എല്ലാത്തിലും അവസ്ഥ ഇത് തന്നെയാണ്. പക്ഷെ ഹിന്ദു കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിലിറ്റി കാണിച്ചിരുന്നത് നല്ലതായിരുന്നു. കാരണം കൂടുതൽ ഈ സിവിൽ സർവീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും അല്ലാത്ത കോമ്പറ്റേറ്റീവ് എക്സാംസ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ വായിക്കുന്ന പത്രം ഹിന്ദുവാണ്. അപ്പൊ അവർക്ക് രാഷ്ട്രീയമല്ല വേണ്ടത് കൂടുതൽ, അത് അവർ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ന്യൂ ഗവൺമെന്റ് ഷുഡ് റിവ്യൂ അഗ്നിപത് സ്കീം, JDU എന്നൊരു ന്യൂസ് ഉണ്ട്. അപ്പൊ അഗ്നിപത് സ്കീം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ആംഡ് ഫോഴ്സസിൽ, ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും ഇതിലെല്ലാത്തിലേക്കും കൂടുതൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിനായിട്ട് പുതിയതായിട്ട് കൊണ്ടുവന്ന സംവിധാനമാണ്. അന്നേ അത് ഭയങ്കര ക്രിറ്റിസിസം ഉണ്ടായതാണ്, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ. ഓക്കെ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാര്യം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നാണ് കൂടുതലും പട്ടാളക്കാർ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, 4 year ടെന്യൂറേ ഉള്ളൂ, 4 years. അത് കഴിയുമ്പോഴത്തേക്ക് പെർമനന്റ് കമ്മീഷൻ കൊടുക്കുന്ന 25% ആൾക്കാരൊക്കെ ഉള്ളൂ. ബാക്കി 75% ആൾക്കാർ അതിൽ നിന്ന് മിക്കവാറും പിരിഞ്ഞു പോയിട്ട് മറ്റു ജോലികളിലേക്ക് പോയാണ്. ഏതാണ്ട് ഒരു 11 ലക്ഷം രൂപ അവർക്ക് ഒരു റെമ്യൂണറേഷൻ ആയിട്ട് പ്ലസ് മന്ത്ലി സാലറി ഒക്കെ ആണ് ഇതിനകത്ത് ഉള്ളത്. 17.5 17.5 വയസ്സ് തൊട്ട് 21 വയസ്സുള്ള ആൾക്കാർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പൊ ഇതില് പെൻഷനൊന്നും ഇല്ലാത്തത് കൊണ്ടും ഒരു പെർമനന്റ് ജോബിന്റെ നേച്ചർ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു അട്രാക്റ്റീവ്നെസ് പട്ടാളത്തിന്റെ ജോബിന്റെ പോകുന്നു എന്നുള്ളൊരു വിമർശനം അന്നേ ഉണ്ട്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മനസ്സിലാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഈ ഇലക്ഷന്റെ ഏതാണ്ട് 6th phase ഒക്കെ ആയപ്പോൾ തന്നെ ഈ അഗ്നിപത് സ്കീമിൽ റിവ്യൂ വരും എന്ന് ഞാൻ എക്കണോമിക് ടൈംസിലൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്ന BJPയുടെ അലയൻസ് പാർട്ണർ, അവരും കൂടെ ഉണ്ടെങ്കിലേ ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. നിതീഷ് കുമാറിന്റെ പാർട്ടി ഇപ്പൊ അഗ്നിപത് സ്കീമിനെ റിവ്യൂ ചെയ്യണം. അതിന്റെ തെറ്റുകുറ്റങ്ങൾ ഇല്ല, അഗ്നിപത് സ്കീം റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ആ സ്കീം മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പൊ അതിനുള്ളൊരു സാധ്യതയല്ല 100% ഉറപ്പാണ് ഗവൺമെന്റ് അതിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരും. കാര്യം ഇവര് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമല്ല, ഗവൺമെന്റ് തന്നെ ഇലക്ഷന്റെ ഏതാണ്ട് അവസാനമൊക്കെ അപ്പൊ അതിന്റെ ബേസിൽ കുറച്ച് തിരിച്ചടി ഉണ്ടായെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അവരതിനെ അനലൈസ് ചെയ്യാൻ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പിന്നെ മഹാരാഷ്ട്രയിലെ കുറച്ച് പൊളിറ്റിക്കൽ ചേണിങ്ങിനെ കുറിച്ചാണ്. അത് കൂടുതൽ പറയാനില്ല. മഹാരാഷ്ട്ര ഭരിക്കുന്നത് ഇപ്പൊ ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്ന ശിവസേനയുടെ ലീഡർ ആണെന്ന് നമുക്കറിയാം, ഇൻ അലയൻസ് വിത്ത് BJP. അപ്പോ അവിടെ ഇപ്പൊ ഇലക്ഷനിൽ വലിയ തിരിച്ചടികൾ ഈ പാർട്ടിക്ക് എല്ലാവർക്കും ഉണ്ടായി. റൂളിംഗ് പാർട്ടീസിനല്ല, ഓപ്പോസിഷനാണ് കൂടുതൽ സീറ്റായി കിട്ടിയത്. അതിന്റെ ബേസിൽ അവിടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകുന്നു. മഹാരാഷ്ട്രയിൽ ഇനി ഇലക്ഷനും വരാൻ പോയാണ്, അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ. പിന്നെ വേറെ ഒന്നും ഇവിടെ പറയാറില്ല. ഓക്കെ, ബാക്കിയെല്ലാം പൊളിറ്റിക്സ് ആണ്. എന്താ പറയാൻ, നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ഈ പേജില് ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ഇലക്ഷൻ ജയിച്ചതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. നയാബ് സിംഗ് സൈനിയാണല്ലോ ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ. നയാബ് സിംഗ് സൈനി, BJPയുടെ ലീഡറായ നയാബ് സിംഗ് സൈനിയാണ് ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ. അതിനെ കുറിച്ചൊരു ന്യൂസും ഒക്കെ അവിടെ കാണാം. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ CIC can't comment on how MPs spend their funds, says Delhi High Court എന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അത് സംഭവം എന്ന് പറഞ്ഞാൽ MP ലാഡ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പോഴത്തെ CIC നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു പക്ഷേ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോഴത്തെ CIC ആരാണെന്ന് ഞാൻ നോക്കോട്ടെ. CIC എന്താണെന്ന് അറിയാം, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്നൊരു സ്ഥാപനമുണ്ട്, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. അതിന്റെ ഹെഡിനെയാണ് CIC എന്ന് പറയുന്നത്. അതിന്റെ ഇപ്പോഴത്തെ ചീഫ് സുധീർ ഭാർഗവയാണ്. സുധീർ ഭാർഗവ മാറിയിട്ടുണ്ടോ എന്നെനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാര്യം കുറച്ചു കാലം സുധീർ ഭാർഗവ അല്ലെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ ഒന്ന് ചെക്ക് ചെയ്തോളണം ഇപ്പോഴത്തെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ ചീഫ് ആരാണ്. സുധീർ ഭാർഗവ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. അതൊന്ന് അല്ല, സോറി, സുധീർ ഭാർഗവൊക്കെ മാറി. ഹീരാലാൽ സമരിയാണ് ഇപ്പൊ. ഹീരാലാൽ സമരിയ, സോറി, സുധീർ ഭാർഗവ പഴയ ഒരു പേരെന്റെ മനസ്സിൽ കിടന്ന പറഞ്ഞാണ്. ഹീരാലാൽ സമരിയാണ്. ഹീരാലാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമരിയ, ഹീരാലാൽ സമരിയാണ് CIC ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്താണ്? നമുക്ക് ഇന്ത്യയിൽ വിവരാവകാശ നിയമം അല്ലെങ്കിൽ RTI ആക്ട് എന്ന് പറയുന്ന സംഭവം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നുള്ള സംഗതി 2005
ഏത് ഗവൺമെന്റ് കൊണ്ടുവന്നു? 2005 ഏത് ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുന്നത്? UPA 1, മൻമോഹൻ സിംഗിന്റെ ഫസ്റ്റ് ഭരണം. അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗിന്റെ സെക്കൻഡ് ഭരണം വരുന്നുണ്ട് 2009 to 2014. അത് കഴിഞ്ഞിട്ടാണ് മോഡി ഭരണം അൺഇന്ററപ്റ്റഡ് ആയിട്ട് ഇന്ത്യയിൽ ഇപ്പൊ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2005 എന്ന് പറയുമ്പോൾ UPA 1 ആ കാലഘട്ടത്തിൽ 2 പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് UPA ഗവൺമെന്റ് ഇന്ത്യയിൽ നടപ്പാക്കി 2005 2006 ആയിട്ട്. ഏതൊക്കെയാണെന്ന് പറയാമോ? കുറെ പേർക്ക് അറിയായിരിക്കും. 2005 വരുന്നത് ഞാനിപ്പോ പറഞ്ഞ RT ആയിട്ടാണ്. 2005 വിവരാവകാശ നിയമം. നമുക്ക് സർക്കാരിന്റെ ഓഫീസുകളിൽ നമ്മളുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, നമ്മളുമായിട്ട് കണക്ട് അല്ലാത്ത ഡോക്യുമെന്റ്സ് ആണെങ്കിലും പബ്ലിക് ഇൻട്രസ്റ്റിലുള്ള ഡോക്യുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ചോദിക്കാം. വിവരാവകാശ നിയമപ്രകാരം ഒരു ചെറിയ ഫീസ് അപ്ലൈ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 30 days ദാറ്റ് ഹാസ് ടു ബി ഗിവൻ ടു ദ ആപ്ലിക്കന്റ് എന്നാണ്. അങ്ങനെയുള്ള ആക്ടിവിസ്റ്റുകൾ തന്നെയുണ്ട്, RTA ആക്ടിവിസ്റ്റുകൾ. അവർ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നത്, പബ്ലിക്കിന് ഉപയോഗമായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ നടത്തുന്ന പല ദുർനടപടികളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് ഈ RTA ആക്ടിവിസ്റ്റുകളാണ്. ആക്ടിവിസ്റ്റ് ആവണമെന്നൊന്നുമില്ല, നമുക്കും ആവശ്യപ്പെട്ട് വാങ്ങാൻ പറ്റും. അപ്പൊ അതാണ് വിവരാവകാശ നിയമം. ഇത് നടപ്പാക്കാൻ വേണ്ടി നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായതാണ് CIC, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. ഇവരാണ് നടപ്പാക്കേണ്ടത് RTA ആക്ട് ഇന്ത്യയിൽ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. അതിന്റെ ചീഫ് നെയിം CIC എന്ന് തന്നെയാണ് പറയുന്നത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ എന്നും ചിലർ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയും. അതാണ് ഇപ്പം ഹീരാലാൽ സമരിയ. വജത്തുള്ള ഹബീബുള്ള എന്ന് പറയുന്ന ആളായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ CIC, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. വജാഹത്ത് ഹബീബുള്ള, വജത്തുള്ള ഹബീബുള്ള അല്ല, വജാഹത്ത് ഹബീബുള്ള ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ CIC. അതൊക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത പേരൊക്കെ കിട്ടും. ഹീരാലാൽ സമരിയാണ് ഇപ്പോഴത്തെ. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന് അതുപോലെ രണ്ടാമത് ഞാൻ പറഞ്ഞു UPA 1 കാലഘട്ടത്തിൽ വേറൊരു പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് നരേന്ദ്രമോദി ഗവൺമെന്റ് അത് പൂർവാധികം അതായിട്ട് ഇപ്പോഴും നടത്തിക്കൊണ്ടു. അതൊന്നും പിൻവലിക്കാൻ പറ്റൂല, കാര്യം അത്രയും നല്ല സ്കീമുകളാണ്. അതിന്റെ പേര് 2006 വന്ന, ഇത് 2005 MGNREGA സ്കീമാണ്. MGNREGA സ്കീം. MGNREGA എന്താണെന്ന് അറിയാലോ? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറഞ്ഞാൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 100 ദിവസം നമ്മളുടെ തൊഴിലില്ലാത്ത ആൾക്കാർക്ക് തൊഴിൽ ദിനങ്ങൾ കൊടുക്കുന്ന സ്കീം, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അത് 2006. പിന്നെയുണ്ട് 2009 റൈറ്റ് ടു ഫുഡ് ഒക്കെ വരുന്നുണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇതില് ഒരു സ്കീമിനെ കുറിച്ച് പറയുന്നുണ്ട്, MP ലാഡ്സ്. ആ സ്കീം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. MP ലാഡ്സിന്റെ എക്സ്പാൻഷൻ, മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം. MP ലാഡ്സ് എന്താണ്? മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം, MP ലാഡ് സ്കീം. ഈ സ്കീം എന്താണെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അറിയായിരിക്കും. സ്കീമിനെ കുറിച്ച് അറിഞ്ഞുകൂടെ പോലെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ആളാണ് ഞാൻ. അപ്പൊ തിരുവനന്തപുരത്ത് നമ്മൾ ഈ വഴി കൂടി ഇങ്ങനെ പോകുമ്പോൾ ശശി തരൂർ MP പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച നമ്മുടെ കുറെ വലിയ ലൈറ്റുകൾ വെച്ചേക്കുന്നതാണ് ജംഗ്ഷനുകളിൽ. അതാണ് ശശി തരൂരിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസം. ആ ലൈറ്റ് മാത്രമേ പുള്ളി വയ്ക്കുന്നുള്ളൂ, വേറെ വികസനമൊന്നുമില്ല. പലയിടത്തും ഇതുപോലെ നിങ്ങൾ സ്കൂളുകളിൽ എഴുതി വെച്ചേക്കുന്നതാണ് MP പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചത്. ഇതാണ് MP ലാഡ്സ്, മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം. അതിലെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ പെർ ഇയർ 5,000 crores, sorry 5 crores, 5,000 crores ആണെങ്കിൽ കൊള്ളായിരുന്നു. 5 crores per year, 5 crores will be given to each and every MPs in India. Irrespective of Lok Sabha or Rajya Sabha, MPs will get 5 crores of rupees per year for the development of their constituency. അപ്പോൾ അത് ആണ് MP ലാഡ് സ്കീം. അത് ഉപയോഗിച്ചാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. അതാണ് മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആ പേജിൽ പറയാനുള്ളത്. അതിനടുത്ത പേജിൽ പോകുമ്പോ NHRCയുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. NHRC എന്താണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു വളരെ വൃത്തികെട്ട ഒരു ആചാരത്തിന് ആയിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് ഗവൺമെന്റിനോട് ചോദിച്ചേക്കാണ്. നാട്ടപ്രത എന്ന് പറയുന്ന ഒരു ആചാരം, അത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊന്നും വലുതായിട്ടില്ലെന്ന് തോന്നുന്നു. സൗത്ത് ഇന്ത്യയിലും വളരെ മോശമായിട്ടുള്ള ആചാരങ്ങളുണ്ട്. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ് വേർതിരിക്കണം. നമുക്ക് പൊതുവെ ഒരു ചിന്താഗതിയുണ്ട്, സൗത്ത് ഇന്ത്യക്കാർ ബെറ്റർ, നോർത്ത് ഇന്ത്യക്കാർ മോശമാണെന്നാണ്. നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ പറയും നോർത്ത് ഇന്ത്യക്കാരെ വോട്ട് കൊണ്ടാണ് BJP ജയിക്കുന്നത്, UPക്കാരൊക്കെ അക്ഷരാഭ്യാസം ഇല്ലാത്ത പിന്നീട് ആൾക്കാരാണ്. പക്ഷെ ഇപ്പം UPയിലെ BJPയുടെ വോട്ട് ടാലി കുറച്ചത്, സീറ്റ് ടാലി കുറച്ചത്, അല്ലെങ്കിൽ അവർക്ക് ഈസിലി ഭൂരിപക്ഷം കിട്ടിപ്പോയെന്ന്. UP, രാജസ്ഥാൻ, ഹരിയാന, ഇത് മൂന്നും ഹിന്ദി ഹാർട്ട്ലാൻഡിൽ വരുന്ന 3 സ്റ്റേറ്റുകളാണ്. അവരാ കുറച്ചത്. അതേസമയത്ത് സൗത്ത് ഇന്ത്യയിൽ എന്താ സംഭവിച്ചത്? സൗത്ത് ഇന്ത്യയിൽ BJPയുടെ ഫുട് പ്രിന്റ് ആരൊക്കെ ഡിനൈ ചെയ്താലും ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെലങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റിൽ
നേരെ ഇപ്പോഴത്തെ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ, തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡി നേരെ ഭരിച്ചില്ലെങ്കിൽ അടുത്ത അധികാരത്തിൽ വരുമ്പോൾ BJP ആണ് അവിടെ, യാതൊരു സംശയവുമില്ല. കാര്യം ഇപ്പൊ അവിടെ BJPയും പിന്നീട് കോൺഗ്രസുമാണ് സീറ്റ് ഈക്വലി വിൻ ചെയ്തത്. 8 ലോക്സഭാ സീറ്റ് കോൺഗ്രസിനും 8 ലോക്സഭാ സീറ്റ് BJPക്ക്, അങ്ങനെ കണ്ടാണ് അവിടെ ഈക്വൽ ആണ് എന്തായാലും കോൺഗ്രസും BJPയും. അപ്പൊ അവിടുത്തെ മെയിൻ ഒപ്പോസിഷൻ ആയിട്ട് അവർ മാറി. മറ്റേ TRS തെലങ്കാന രാഷ്ട്ര സമിതി, അതിന്റെ പുതിയ പേര് BRS എന്നാണ്, ഭാരത് രാഷ്ട്ര സമിതി, അവര് 0 സീറ്റ് അങ്ങോട്ടാണ് വിൻ ചെയ്തത്. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ അവർ അവിടെ ഭയങ്കരമായിട്ട് വളർന്നു തെലങ്കാനയിൽ. അടുത്ത സ്റ്റേറ്റ് അവര് കർണാടകത്തിന് ശേഷം അധികാരം പിടിക്കുന്ന സൗത്ത് ഇന്ത്യയിൽ സ്റ്റേറ്റ് ആയിട്ട് തെലങ്കാന മാറും നാളെ, എപ്പോഴെങ്കിലും കോൺഗ്രസിന്റെ ഭരണം അവിടെ അവസാനിച്ചാൽ. വേറൊരു കണ്ടന്റർ അവിടെ ഇല്ല മെയിൻ ആയിട്ട്. അതുപോലെ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? കേരളത്തിൽ നമ്മൾ എത്ര കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ സബ്സ്റ്റാൻഷ്യലി BJPയിലേക്ക് പോയി കഴിഞ്ഞു ഇപ്പോഴത്തെ ഇലക്ഷനിൽ. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, പിന്നീട് തൃശ്ശൂർ, അതുപോലെ ആലപ്പുഴയാണെന്ന് ഒരിക്കലും 2 ലക്ഷം വോട്ട് ക്രോസ് ചെയ്തിട്ടില്ലാത്ത ഓൾമോസ്റ്റ് 3 lakhs വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിക്കുകയാണ്. അപ്പം തിരുവനന്തപുരം, കൊല്ലം, ആറ്റിങ്ങലും ഈ ആലപ്പുഴ, ഭാവിയിൽ അല്ലെങ്കിൽ പാലക്കാട് ഇതുപോലുള്ള മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഇന്ന് അവരുടെ വോട്ട് ശതമാനം കേരളത്തിൽ 20%, 20% ആണ്. 25% ഉള്ളൂ LDFന്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും കുറച്ച് സ്വിംഗ് ഹിന്ദു മെജോറിറ്റി വോട്ടായിരിക്കും കിട്ടുന്നത്. കാരണം ഇവിടെ കുറെ ക്രിസ്ത്യൻ വോട്ട് അവർക്ക് BJP കിട്ടുന്നുണ്ട്. ഇതിങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ BJP കേരളത്തിലൂടെ വലിയ ഫോഴ്സ് ആയിട്ട് മാറാൻ പറ്റും. 19 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് 11 1ാം സ്ഥാനത്ത്, 9 2ാം സ്ഥാനത്താണ് അവർ കേരളത്തിൽ. ഏതാണ്ട് 20ഓളം സ്ഥലങ്ങളിൽ അവിടെ നല്ല നേതാക്കന്മാർ കുറെ പാർട്ടിയിൽ നിന്ന് ചാടിച്ചുകൊണ്ട് അടുത്ത ഇലക്ഷനിൽ മത്സരിപ്പിച്ചാൽ 10 നിയമസഭാ സീറ്റ് കേരളത്തിൽ പിടിക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ ഞാൻ പറഞ്ഞത് അവരുടെ ഗുണഘടകങ്ങൾ വർണ്ണിച്ചതല്ല. സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ ഒന്നും ഇല്ല, നമ്മൾ ഈ വെറുതെ പറയുന്നതാണ്. സൗത്ത് ഇന്ത്യക്കാർ എല്ലാം ഭയങ്കര എഡ്യൂക്കേറ്റഡും ഭയങ്കര കിടിലങ്ങളും, നോർത്ത് ഇന്ത്യക്കാരെ മോശം എന്നൊക്കെ പറഞ്ഞ് അവരാണ് ഈ ഒരു പൊളിറ്റിക്കൽ അവയർനെസ് ഇപ്പൊ കൂടുതൽ ഈ ഇലക്ഷനിൽ പ്രകടിപ്പിച്ചത്. ഞാൻ ഈ പറഞ്ഞ കർണാടകവും തെലങ്കാനയും മാത്രമല്ല, തമിഴ്നാട്ടിൽ യഥാർത്ഥ BJP ഒരു സീറ്റ് വിൻ ചെയ്തില്ല, അത് സത്യമാണ്. പക്ഷെ അവിടെ 10%, അവർക്ക് 2% വോട്ടാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത്, 2.5% വോട്ട്. ഇപ്പൊ അവർക്ക് ഓൾമോസ്റ്റ് 11% അടുത്ത വോട്ടായി അവിടെ. അങ്ങനെയായിരുന്നു കേരളത്തിലും. ഭാവിയിൽ അവരവിടെ വീണ്ടും എക്സ്പാൻഡ് ആവും. അപ്പൊ ഇതാ പറഞ്ഞത്, സൗത്ത് ഇന്ത്യക്കാരും നോട്ട് പ്രോൺ ടു BJP. അവരിവിടെ നല്ല ബേസ് ഉണ്ടാക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യക്കാര് മാത്രമല്ല അവർക്ക് വോട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ അനാചാരങ്ങളും എല്ലാ കാര്യങ്ങളും സൗത്ത് ഇന്ത്യയിൽ വളരെ മോശമായിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ എച്ചിലിന്റെ മുകളിൽ കൂടെ പിന്നീട് റൗണ്ട് ചെയ്ത് പ്രദക്ഷിണം ചെയ്യുന്ന പരിപാടി കർണാടകത്തിലുണ്ട്. ദളിതരെ പലരും ഇപ്പോഴും അമ്പലത്തിൽ പോലും കേട്ടാത്ത അമ്പലങ്ങൾ ഈ പറഞ്ഞ പ്രോഗ്രസീവ് ദ്രവീഡിയൻ പൊളിറ്റിക്സിന്റെ ലാൻഡായ തമിഴ്നാട്ടിലുണ്ട്. ഈ ഇടയ്ക്കാണ് കോയമ്പത്തൂരിലെ ഒരു ക്ഷേത്രം ദളിതർക്കായിട്ട് തുറന്നു കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് അവർ ആരും മോശമൊന്നും അല്ല ഇതുപോലുള്ള അനാചാരങ്ങളെ കാര്യത്തിൽ. അത് പോട്ടെ, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്ന ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് ഇപ്പം നടക്കുന്ന പെൺപിള്ളേരെ വിൽക്കുന്ന പരിപാടിയാണ്. സ്വന്തം പേരൻസ് പെൺപിള്ളേരെ കാശ് മേടിച്ചുകൊണ്ട് വിൽക്കും, ചൈൽഡ് മാരേജിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതാണ് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് NHRCക്ക് കിട്ടി. അതാണ് അവർ അതിന്റെ ഇടപെട്ടേക്കുന്നത്. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അരുൺ മിശ്രയാണ് അതിന്റെ ചീഫ്. ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര ആണ് NHRCയുടെ ചീഫ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചീഫ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇലക്ഷനെ കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. MLC കർണാടകത്തിലെ MLC ഉണ്ട്. അതിന്റെ കാര്യം കർണാടകത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. കേരളത്തിന്റെ തൊട്ടടുത്ത് അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റായ കർണാടകത്തിലെ ബൈക്യാമറൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലല്ല പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ബൈക്യാമറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 ഹൗസസ് ആണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി MLA എന്നും, ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ MLC എന്നും പറയും. അപ്പോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പർ ആവാൻ MLA ആവാൻ എത്ര വയസ്സാണെന്ന് കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ പറഞ്ഞ 25. ലോക്സഭ MP ആവാനും 25 ആയാൽ മതി. ലോക്സഭ MP ആവാനാണെങ്കിലും MLA ആവാനാണെങ്കിലും 25. രാജ്യസഭ MP ആവാനാണെങ്കിലും MLC ആവാനാണെങ്കിലും 30. രാജ്യസഭ MP ആവാനും അതുപോലെ MLC ആവാനും 30 ആണ്. ലോക്സഭ MP ആവാൻ 25 ആയാൽ മതി. ഓക്കെ, അപ്പോ ഇതൊക്കെ GK ക്വസ്റ്റ്യൻസ് ആണ്. SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ചോദിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജ് സ്പോട്ട്ലൈറ്റ്. അത് നിങ്ങൾക്ക് വായിക്കാനുള്ള പേജാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനടുത്ത പേജ് മെട്രോ പ്ലസ്, അതും വേണ്ട. ഇനി യുണൈറ്റഡ് ദേ ത്രൈവ്ഡ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഒരു രാഷ്ട്രീയ എഡിറ്റോറിയലാണ്, പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. സ്റ്റിൽ എഡിറ്റോറിയൽ നമ്മൾ വായിക്കണം, അതുകൊണ്ട് വായിക്കുക. യുണൈറ്റഡ് ദേ ത്രൈവ്ഡ് ഒന്നുമില്ല, ആന്ധ്രാപ്രദേശ് ഇലക്ഷനെ കുറിച്ചാണ്. ആന്ധ്രാപ്രദേശിൽ അതിഭയങ്കരമായ ഭൂരിപക്ഷത്തോടുകൂടി ആകെപ്പാടെ 10 15 സീറ്റ് മാത്രമേ ഉള്ളായിരുന്നു അവിടുത്തെ മെയിൻ ഒപ്പോസിഷൻ പാർട്ടിയായ തെലുഗുദേശം പാർട്ടിക്ക്.
അതുപോലെ ഈ രാം ചരൺ എന്ന് പറയുന്ന ഫിലിം ആക്ടറിന്റെ കസിൻ ആയിട്ടുള്ള ഒരു ആക്ടറാണ് പവൻ കല്യാൺ. അയാളൊരു പാർട്ടി ഉണ്ടാക്കി, ജനസേന, ഒരു 10-20 വർഷം മുമ്പ് ഉണ്ടാക്കിയ പാർട്ടിയാണ്. 0 സീറ്റ്സ് അവർ വിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവർ വലിയ അഡ്വാൻസ്മെന്റ് ആന്ധ്രാപ്രദേശിൽ ഉണ്ടാക്കി. അങ്ങനെ ഏതാണ്ട് ബ്രൂട്ടൽ മെജോറിറ്റിയോട് ഭരിച്ചുകൊണ്ടിരുന്ന ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി YSRCP അവിടെ നിലംപരിശായി. യുണൈറ്റഡ് ഡേ ഫോർട്ട് എന്ന് പറഞ്ഞേക്കുന്നത് TDP, തെലുഗുദേശം പാർട്ടി, അയാൾ അതിന്റെ ചീഫാണ് ചന്ദ്രബാബു നായിഡു, പുള്ളിയാണ് അവിടെ ചീഫ് മിനിസ്റ്റർ ആകാൻ പോണത്. ജനസേനയുടെ പവൻ കല്യാൺ, അതുപോലെ BJP, മൂന്നുപേരോട് ഒരുമിച്ച് പിന്നീട് മത്സരിച്ചു. 55.3 വോട്ട് അവര് നേടി, 55.3% വോട്ട് അവർ നേടി. അപ്പൊ അവർക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 150 കൂടുതൽ സീറ്റ് അവർക്ക് കിട്ടി. അത് ഇവിടെ പറയുന്നുണ്ട്. മൊത്തം 175 MLA അവിടെ ഉള്ളൂ. 175 അതിൽ മോർ ദാൻ 150 വിൻ ചെയ്തിരിക്കുന്നത്, 164 ആണ് അവർ വിൻ ചെയ്തത്. 164, അതായത് വെറും 11 MLA മാത്രമാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിക്ക് കിട്ടി. ഇതാണ് ഇതിന്റെ കോർ എഡിറ്റോറിയൽ. അതിന് കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് ഭയങ്കര ഒരു മിസ്റ്റേക്ക് പറ്റി. എനിക്ക് തോന്നുന്ന മൻമോഹൻ സിംഗിന് ഒരു സെക്കൻഡ് ടൈമിലൊക്കെ പറ്റിയൊരു മിസ്റ്റേക്ക് ആണത്. അത് ഇന്ത്യ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ നാളെ ഇന്ത്യ സഖ്യം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ ഈ മിസ്റ്റേക്ക് അവർ പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യ സഖ്യം നാളെ ഒരു സമയത്ത് വേണമെങ്കിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വരാം. നാളെ എന്ന് വെച്ചാൽ നാളെ എന്നും ആവാം. വേണമെങ്കിൽ ഈ കോalition പൊളിഞ്ഞാൽ, NDA കോalition പൊളിഞ്ഞാൽ അവർക്ക് ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 5 ഇയേഴ്സ് ഇവർ കംപ്ലീറ്റ് ചെയ്താൽ 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഇലക്ഷൻ ഒരു പക്ഷേ ഇന്ത്യ ജയിച്ചേക്കാം. അപ്പോൾ അവർ ഭയങ്കര കുറെ വെൽഫെയർ മെഷേഴ്സാണ് ഈ ഇലക്ഷനിൽ പ്രോമിസ് ചെയ്തേക്കുന്നത്. കോൺഗ്രസ് സ്ത്രീകളുടെ അക്കൗണ്ടിൽ ജോലിയില്ലാത്തവർക്ക് 1 ലക്ഷം കൊടുക്കും, അങ്ങനെ കുറെ പ്രോമിസസ്. ഉറപ്പായിട്ട് ആദ്യം കുറച്ച് കാലമൊക്കെ അത് നല്ലതായിരിക്കും. അത് തന്നെയാണ് ജഗൻമോഹൻ റെഡ്ഡിക്ക് പറ്റിയത്. വെൽഫെയർ പോളിസീസ് ഡയറക്ട്ലി ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസയൊക്കെ വരും. അപ്പം നല്ല രസമായിരിക്കും. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവര് അത്രയും പൈസ അതിനു വേണ്ടി വെൽഫെയറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ക്യാപെക്സിന് സ്പെൻഡ് ചെയ്യാൻ പൈസ കാണത്തില്ല. ക്യാപെക്സ് ഇപ്പോഴത്തെ ഗവൺമെന്റിന് പറ്റിയെന്ന് വെച്ചാൽ ക്യാപെക്സിനാണ് മോഡി ഗവൺമെന്റ് കൂടുതൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. വെൽഫെയർ കുറയ്ക്കുകയും ചെയ്തു. സത്യത്തിൽ അങ്ങനെ ചെയ്താലും പ്രശ്നമാണ്. വെൽഫെയർ മെഷേഴ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ കയ്യിലേക്ക് വരുന്ന പൈസയൊക്കെ കുറഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കിട്ടുന്ന വെൽഫെയർ ആയിട്ടുള്ള അവരുടെ ഇത് കുറഞ്ഞാൽ അവർ ഡിസ്കണ്ടന്റഡ് ആവും. അപ്പൊ രണ്ടും വേണം. ഇതിന്റെ ഒരു ബാലൻസിംഗ് വേണ്ട, ക്യാപെക്സിന്റെയും വെൽഫെയറിന്റെയും കൂടെ. ഇവിടെ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഗവൺമെന്റ് ക്യാപെക്സിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്താണ് ക്യാപെക്സ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പൈസ. കഴിഞ്ഞ മോഡി ഗവൺമെന്റ് 2019 to 24 മോഡി ഗവൺമെന്റ് അവർ അതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. എവിടെ നോക്കിയാലും വലിയ റോഡുകൾ, വലിയ പാലങ്ങൾ, വലിയ റെയിൽവേ പ്രോജക്റ്റുകൾ, വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ, അങ്ങനെയുള്ള കാര്യത്തിലാണ്. പക്ഷെ അത് മാത്രം പോരാ, അത് ഒരുപാട് ജോബൊക്കെ ജനറേറ്റ് ചെയ്യും. അടിസ്ഥാന മേഖലയിൽ ജോബ് ജനറേറ്റ് ചെയ്യും. അതായത് ഇപ്പൊ ലേബേഴ്സിന് തന്നെ ഒരുപാട് ജോലി കിട്ടത്തില്ല റോഡൊക്കെ പണിയൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ സ്റ്റിൽ കുറെ വെൽഫെയർ മെഷർ കൂടെ നടക്കും. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് വേണ്ടത്. അപ്പൊ ക്യാപെക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പണം സ്പെൻഡ് ചെയ്യുന്നതിനാണ് ക്യാപെക്സ് എന്ന് പറയുന്നത്. പക്ഷേ ജഗൻമോഹൻ റെഡ്ഡി ഗവൺമെന്റ് അത് ചെയ്തില്ല. കംപ്ലീറ്റ്ലി വെൽഫെയറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. എന്തായിരിക്കും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന? തെലുങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശിൽ നിന്ന് പോയി അവരുടെ ഏറ്റവും വലിയ ഹാർട്ടായിരുന്ന, അവരുടെ ക്രൗൺ ആയിരുന്ന ഹൈദരാബാദ് പോയി. അപ്പം അതുകൊണ്ട് അവരുടെ വരുമാനമൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അപ്പൊ എന്ത് സംഭവിച്ചു വെച്ചാൽ തെലുങ്കാനയുടെ പെർ ക്യാപിറ്റ ഇൻകം ഇൻ ഇന്ത്യ, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനെ അവിടുത്തെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പെർ ക്യാപിറ്റ ഇൻകം കിട്ടുന്നത്. സ്റ്റേറ്റിനാണെന്നുണ്ടെങ്കിൽ അത് ആ സ്റ്റേറ്റിന്റെ GSDP എന്ന് പറയും. GDP രാജ്യത്തിന്, സ്റ്റേറ്റിന് GSDP, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. സ്റ്റേറ്റിന്റെ GSDP, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അവിടുത്തെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ സ്റ്റേറ്റിന്റെ പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. രാജ്യത്തിന്റെ വ്യത്യസ്തമായിട്ട് ആ സ്റ്റേറ്റിന്റെ. അങ്ങനെ നോക്കുക, തെലുങ്കാന ഇന്ത്യയിൽ ഫസ്റ്റ് ആണ്. അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശിന്റെ ഭാഗമായിരുന്ന തെലുങ്കാന മേഖലയുടെ പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഫസ്റ്റ് എമംഗ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അതേസമയത്ത് ആന്ധ്രയുടേത് 10ാം സ്ഥാനത്താണ്. ആന്ധ്രയുടേത് 10ാം സ്ഥാനത്ത്. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്, അതിലൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ ഈ ജഗൻമോഹൻ റെഡ്ഡിക്ക് പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ ക്യാപിറ്റലിന്റെ കാര്യത്തിൽ വലിയൊരു മെസ്സ് ക്രിയേറ്റ് ചെയ്തു. വലിയൊരു മെസ്സ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹൈദരാബാദ് ആയിരുന്നു, അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ. ഹൈദരാബാദ് പോയി തെലുങ്കാന ഡിവൈഡ് ചെയ്തപ്പോൾ അപ്പോൾ ഒരു പുതിയ ക്യാപിറ്റൽ ഫോം ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ വരാൻ പോകുന്ന അവിടുത്തെ ചീഫ് മിനിസ്റ്റർ അങ്ങനെയാണ് ഹൈദരാബാദിനെ ഡെവലപ്പ് ചെയ്തത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു വിഷനുള്ള മനുഷ്യനാണ്. അങ്ങനെ പുള്ളി അമരാവതി അവിടുത്തെ ക്യാപിറ്റലാക്കാൻ തീരുമാനിച്ചു. പക്ഷേ ജഗൻമോഹൻ റെഡ്ഡി എന്തൊക്കെയോ പൊളിറ്റിക്കൽ കൺസിഡറേഷൻ ബേസിൽ ആ തീരുമാനം മാറ്റിയിട്ട് അമരാവതിയും കുർണൂലും വിശാഖപട്ടണവും 3 ക്യാപിറ്റലും തീരുമാനിച്ചു. അതാകെപ്പാടെ കോടതി കേസായി. ഇതുവരെയ്ക്കും ഒരു കുന്തവും നടന്നിട്ടില്ല. ഇതെല്ലാം വലിയ വിഷയമായി. ഇനിയിപ്പം ചന്ദ്രബാബു നായിഡു തിരിച്ചു വരുമ്പോൾ മിക്കവാറും അമരാവതി തന്നെയായിരിക്കും അവിടുത്തെ ക്യാപിറ്റൽ. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് അയാൾ തോറ്റു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചാണ്
ഇനി ഇവരെല്ലാം കൂടി ഒരുമിച്ച് ചെന്നപ്പോൾ സംഭവിച്ച അവിടുത്തെ ജാതികളെല്ലാം ഇവർക്ക് അനുകൂലമായി. മെയിൻ ജാതികളാണ് ഈ TDP സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാപ്പു എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ വേറെന്തോ ഒരു കമ്മ്യൂണിറ്റി, അതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. ഇനി ബിസയർ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം, ഇത് ഒരു കോടതി ജഡ്ജ്മെന്റിനെ കുറിച്ചാണ്. കോടതി ജഡ്ജ്മെന്റുകൾ പോലും പ്രോൺ ടു എറർ അല്ലെങ്കിൽ പ്രോൺ ടു എന്താ പറയുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വിധി ഇപ്പം മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് വന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, കല്യാണങ്ങൾ നടക്കുന്ന ഇന്ത്യയിൽ വ്യക്തി നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണല്ലോ UCC വേണമെന്ന് പറയുന്നത്, UCC യൂണിഫോം സിവിൽ കോഡ്. കല്യാണങ്ങൾ നടക്കുന്നത് വ്യക്തി നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഹിന്ദുസിന്റെ വ്യക്തി നിയമമുണ്ട്, മുസ്ലിംസിന് മുസ്ലിം പേഴ്സണൽ ലോസ് ഉണ്ട്, ക്രിസ്ത്യൻസിന്റെ വ്യക്തി നിയമങ്ങളുണ്ട്, സിഖുകാർക്ക് അതുണ്ട്. അങ്ങനെ അപ്പം ഇത് എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കല്യാണം, ഡിഫറെന്റ് ആയിട്ടുള്ള ഡിവോഴ്സ് സിസ്റ്റം, അങ്ങനെയൊക്കെയാണ്. അതെല്ലാം ഒന്നാക്കണം എന്ന് പറഞ്ഞാണ് UCC വരുന്നത്. ഇനി എനിക്കോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കോ ആർക്കെങ്കിലും കല്യാണം കഴിക്കാൻ ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് അങ്ങനെയും പറ്റും. അതല്ലെങ്കിൽ മിശ്ര വിവാഹിതരായാൽ, അതായത് ഞാനൊരു ഹിന്ദു ആയ ഞാനൊരു മുസ്ലിമിനെ കല്യാണം കഴിച്ചാൽ എനിക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കാം. അപ്പൊ മധ്യപ്രദേശിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഒരു മുസ്ലിമും ആയിട്ടുള്ളൊരു മാനും ഒരു ഹിന്ദു വുമനും തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. വീട്ടുകാർ ഭയങ്കരമായിട്ട് എതിർക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവർ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്തു. പക്ഷേ ഹൈക്കോർട്ട് അതിലിടപെടാൻ വിസമ്മതിച്ചു. അതിന്റെ കാരണം പറയാൻ എന്താണെന്ന് വെച്ചാൽ, സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ അകത്ത് തന്നെ ഒരു പ്രൊവിഷൻ ഉണ്ട്. ഈ ഏതെങ്കിലും മതത്തിന്റെ വ്യക്തി നിയമങ്ങൾക്ക്, എസ്പെഷ്യലി മുസ്ലിം മതത്തിന്റെയൊക്കെ വ്യക്തി നിയമങ്ങൾക്ക് എതിരായിട്ടാണ് ഒരു വിവാഹം നടക്കുന്നതുണ്ടെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ പ്രകാരവും ആ വിവാഹം നടത്താൻ പാടില്ല എന്നാണ് അതിൽ കൊടുത്തേക്കുന്നതെന്ന് കോടതിയിലെ ജഡ്ജി പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ വായിക്കാൻ മനസ്സിലാവുന്നത് ഇത് തെറ്റായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്പെഷ്യൽ മാരേജ് ആക്ട് ആണ്. സത്യത്തിൽ അങ്ങനെ അല്ല അവിടെ വ്യക്തമാക്കുന്നത്. എന്തെങ്കിലും ഈ എന്താ പറയുന്ന ഈ ഇവിടെ പറയുന്നുണ്ടോ, the only justification offered by the judge is that the SMA itself provides that when the parties are within the degree of prohibited relationship it shall not be valid. അപ്പം മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ കല്യാണം കഴിക്കുന്നത് പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ആ പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പിൽ മാരേജ് നടത്താൻ പാടില്ല. അതുകൊണ്ട് ഇത് എല്ലാം പറയുന്നത്, നടത്താൻ പാടില്ലെന്നാണ്. പക്ഷേ ഇതിൽ അവർ പറയുന്നത് വെച്ചാല് അങ്ങനെ അല്ല അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള മിശ്ര വിവാഹത്തിനെ അല്ല അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്ന സംഭവം തന്നെ ആ ആക്ടിന്റെ സാങ്ക്ടിറ്റി തന്നെ പോകും. കാര്യം ആക്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെ മെയിൻലി ഫോർ ഇന്റർ കാസ്റ്റ് മാരേജ് അല്ലെങ്കിൽ ഇന്റർ റിലീജിയൻ മാരേജിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വാക്കെടുത്ത് ഈ രീതിയിൽ പിന്നീട് വ്യാഖ്യാനിച്ചിട്ട് ഇത് നടത്താൻ സമ്മതിക്കാതിരുന്നാൽ നാളെ നമ്മളുടെ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് കൊണ്ട് ഒരു ഉപയോഗം ഇല്ലാതായി പോകും. അപ്പൊ ഒരു കോടതിയിലെ ഒരു ജഡ്ജിന്റെ തെറ്റായ ആ ഒരു ഡെഫിനിഷൻ ഓഫ് സം വേർഡ്സ് ഇൻ ദിസ്, അല്ലെങ്കിൽ ആ ഒരു തെറ്റായ ആർഗ്യുമെന്റ് അദ്ദേഹം അതിനെ എന്താ പറയുന്നത്, തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ നിലനിൽപ്പ് തന്നെ മോശമാവുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറഞ്ഞത്. അതിൽ എത്രയും പെട്ടെന്ന് പിന്നീട് റെക്ടിഫിക്കേഷൻ നടത്തണം സുപ്രീം കോടതിയോ വല്ലോ എന്നും പറഞ്ഞ് ഉള്ളൊരു എഡിറ്റോറിയലാണ്. ഓക്കെ, പിന്നെ ഇത് രാഷ്ട്രീയമാണ്, ഇതിലൊന്നും പറയാനില്ല. BJP കോൺഗ്രസിനെ കുറിച്ചാണ്. പിന്നെ ഹെൽത്ത് റെഗുലേഷൻസ് നീഡ് എ ബേസ് ടു ടോപ്പ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കാണാം. ഇത് വായിക്കാൻ താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, പക്ഷെ എനിക്കങ്ങനെ പറഞ്ഞുതരാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. കാര്യം മെയിൻലി അതിൽ പറയുന്നത് ഡൽഹിയിലെ ഒരു നമ്മളുടെ ബേബീസിന്റെ ഹോസ്പിറ്റലിൽ, ചിൽഡ്രൻ ഹോസ്പിറ്റലിൽ തീപിടുത്തം ഉണ്ടായ കുറച്ച് കുട്ടികൾ മരിച്ചു. അപ്പൊ ഹോസ്പിറ്റലില് വേണ്ട ഈ സേഫ്റ്റി റെഗുലേഷൻസിനെ കുറിച്ചും ഹോസ്പിറ്റലുകളെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിൾ മെയിൻലി അവർ എംഫസൈസ് ചെയ്യുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് റെഗുലേറ്റ് ചെയ്യാൻ ഗവൺമെന്റുകൾ വലിയ താല്പര്യം കാണിക്കുമ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഈ സിംഗിൾ ഡോക്ടർ ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, നമ്മളിപ്പം പെട്ടെന്നൊരു പനി വന്നാൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കാണത്തില്ല, അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിനാണ് സിംഗിൾ ഡോക്ടർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചെറിയ നഴ്സിംഗ് ഹോംസ്, ഇങ്ങനെയുള്ളൊക്കെ സംഭവങ്ങളെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്. അല്ല ബിഗ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് അല്ലാതെ ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ വമ്പൻ ഹോസ്പിറ്റലുണ്ട്, ഇപ്പൊ എറണാകുളത്ത് പോയാലും വമ്പൻ ഹോസ്പിറ്റലുകളുണ്ട്. അതുപോലുള്ള ഹോസ്പിറ്റലാണ് കോർപ്പറേറ്റ്. ഇപ്പൊ അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ ഒരു ചെയിനൊക്കെ അല്ല, അത് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ അവരെ അടുത്ത് പോയി ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒരു സാധാരണ ഒരു ലോവർ മിഡിൽ ഇൻകം ആളിന് പോലും കഴിയാത്ത അവസ്ഥയാണ്. അപ്പം
അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ചെറിയ ചെറിയ ഹോസ്പിറ്റൽസിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യകത അത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതിലും പ്രത്യേകിച്ച് അതിലൊരു കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഒന്നും പറയാൻ എനിക്കൊന്നുമില്ല. ഇനി നെക്സ്റ്റ് പേജ് ഫുള്ള് എന്താ പറയുക ഇലക്ഷന്റെ അനാലിസിസ്, അടുത്ത പേജിൽ ഫുൾ ഇലക്ഷന്റെ അനാലിസിസ്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ത്യ നോർവേ കോഓപ്പറേഷൻ ടു വിറ്റ്നസ് മാനിഫോൾഡ് ഇൻക്രീസ് എന്ന് പറഞ്ഞ് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. നോർവേ എന്ന് പറയുന്ന രാജ്യം ഒരു യൂറോപ്യൻ രാജ്യമാണെന്ന് നമുക്കറിയാം. നോർവേ ഇന്ത്യയായിട്ടുള്ള ട്രേഡ് ഒക്കെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആവാൻ പോയാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ന്യൂസ് ആണിത്. നോർവേയുടെ ക്യാപിറ്റൽ ഏതാണ്? ഓസ്ലോ ആണ്. നോർവേയുടെ ക്യാപിറ്റൽ ഏതാണ്? ഓസ്ലോ. നോർവേയുടെ ക്യാപിറ്റൽ ഓസ്ലോ ആണ് നോർവേയുടെ ക്യാപിറ്റൽ. ഇനി നോർവേ ഉൾപ്പെടുന്ന ഒരു ബ്ലോക്ക്, യൂറോപ്പിലൊരു ബ്ലോക്ക് 4 രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ഇപ്പൊ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി, ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, EFTA എന്നാണ് ആ ബ്ലോക്കിന്റെ പേര്. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ് ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നോർവേ ആയിട്ടുള്ള പിന്നീട് ട്രേഡ് ഒക്കെ ഇന്ത്യയുടെ ഭയങ്കരമായിട്ട് ഈ ഉയരും എന്നുള്ള രീതിയിൽ ഇവർ സംസാരിച്ചേക്കുന്നത്. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ 4 രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പിംഗ് ആണ്. അതിൽ നോർവേ ഉണ്ട്, സ്വിറ്റ്സർലൻഡ് ഉണ്ട്, ഐസ്ലാൻഡ് ഉണ്ട്, പിന്നെ ലിച്ചൻസ്റ്റീൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്. അങ്ങനെയാണെന്ന് എൻ്റെ ഓർമ്മ, 4ാമത്തെ രാജ്യത്തിന്റെ പേര്. അപ്പോൾ അതാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. അവരുമായിട്ടാണ് നമ്മളിപ്പോൾ എന്തോ ഉണ്ടാക്കിയത്, FTA എന്ന് പറയുന്ന എഗ്രിമെന്റ് ഉണ്ടാക്കിയ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. അതിനെ കുറിച്ച് ഈ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഒരു കാര്യം പറയാം, ഇന്ത്യ ഈസ് നൗ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഫോറിൻ ത്രെറ്റ് ടു കനേഡിയൻ ഡെമോക്രസി സേസ് റിപ്പോർട്ട് എന്നൊരു ന്യൂസ് കാണാം. കാനഡക്കാർ പറയുന്നത് ഫോറിൻ രാജ്യങ്ങളുടെ കൂട്ടത്തില് അവരുടെ ഡെമോക്രസിക്ക്, ആ രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്കല്ല, ഡെമോക്രസിക്ക് ഏറ്റവും വലിയ ത്രെട്ട് വരുന്ന 2 ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. 1ാം സ്ഥാനത്ത് ചൈന, 2ാം സ്ഥാനത്ത് ഇന്ത്യ. അത് കേട്ടപ്പോൾ എനിക്ക് അഭിമാനമാണ് തോന്നിയത്. കാര്യം നമ്മളെ കുറ്റപ്പെടുത്തിയവർ പറഞ്ഞേക്കുന്നത്. പക്ഷെ സ്റ്റിൽ ഈ ഖാലിസ്ഥാൻ തീവ്രവാദികളായിട്ടുള്ള, ഞാൻ ഇന്നലെയൊക്കെ ഖാലിസ്ഥാൻ തീവ്രവാദികളെ കുറിച്ച് നിങ്ങളുടെ പറഞ്ഞു, അവന്മാരെ ഏറ്റവും കൂടുതൽ പോറ്റി വളർത്തുന്ന രാജ്യമാണ് കാനഡ. കാര്യം ഏറ്റവും കൂടുതൽ പഞ്ചാബി സിഖ് ഇമിഗ്രൻസ് ഉള്ള രാജ്യമാണ് ആ രാജ്യം കാനഡ എന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ സിഖ് തീവ്രവാദം വളരെ കൂടുതലാണ്. അപ്പൊ അവരെ ചില തീവ്രവാദികൾ ഇന്ത്യ ടാർഗറ്റ് ചെയ്യുകയും കില്ല് ചെയ്യുകയൊക്കെ ചെയ്തു. അതിലൊരു തീവ്രവാദിയെ കൊന്നത് ഇന്ത്യയാണെന്ന് അവിടുത്തെ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ തന്നെ ജസ്റ്റിൻ ട്രൂഡോ ഈ ഇടയ്ക്ക് അലിഗേഷൻ ഉന്നയിച്ചിരുന്നു. ജസ്റ്റിൻ ട്രൂഡോ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ. കാനഡയുടെ ക്യാപിറ്റൽ ഒട്ടാവയാണ്. കാനഡയുടെ കറൻസി കനേഡിയൻ ഡോളറാണ്. അപ്പൊ ഇന്ത്യ അവരുടെ സോയിലിൽ പോയി ഇന്ത്യയുടെ ഒരു ത്രെട്ടിനെ അസാസിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഭാവിയിൽ അസാസിനേറ്റ് ചെയ്യുമെങ്കിൽ അതിൽ നമ്മൾ സന്തോഷിക്കും. കാര്യം എന്ന് വെച്ചാൽ യുവമാരുടെ അടുത്ത് പലതവണ ഇന്ത്യ പറഞ്ഞാണ് ഖാലിസ്ഥാൻ തീവ്രവാദത്തിന് അവിടെ അവസാനിപ്പിക്കാൻ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഒക്കെ തയ്യാറാവണം, അവിടുത്തെ ഗവൺമെന്റ് തയ്യാറാവണം. പക്ഷെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ പലപ്പോഴും ഖാലിസ്ഥാൻ അനുകൂല റാലികളിൽ പങ്കെടുക്കുക ചെയ്യുന്നത്. കാര്യം പഞ്ചാബി പോപ്പുലേഷൻ ഇസ് എ ബിഗ് പോപ്പുലേഷൻ ഇൻ കാനഡ ആൻഡ് ദേ ഹാവ് സബ്സ്റ്റാൻഷ്യൽ വോട്ട് ബേസ് ഇൻ കാനഡ. മെയിൻലി ഓൾ പൊളിറ്റീഷ്യൻസ് ഇൻ കാനഡ ആർ ഡിപ്പെൻഡന്റ് ഓൺ ദെയർ വോട്ട്സ് ഫോർ വിന്നിംഗ് ദെയർ ഇലക്ഷൻ. അതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയായിട്ടുള്ള റിലേഷൻ മോശമായാലും കുഴപ്പമില്ല, അവർക്ക് അവിടെ ഇലക്ഷനിൽ ജയിക്കണം. അതുകൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ഇന്ത്യക്ക് അടുത്ത എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്ങിലൊക്കെ പോകേണ്ടി വരും. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ ചെയ്താൽ നല്ലത്. ഓക്കെ, കനിഷ്ക എന്ന് പറയുന്ന ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റിനെ ബോംബ് വെച്ച് തകർത്തിട്ടുണ്ട്. 1980s 1985 87 കൊണ്ടാണ് കനിഷ്ക എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ എയർ ഇന്ത്യയുടെ വിമാനത്തിന്, അതിൽ കൂടുതലും കാനഡക്കാരുണ്ടായിരുന്നു. കാനഡക്കാരാണ് മരിച്ചത്. എന്നിട്ട് പോലും അവന്മാർ മര്യാദയ്ക്ക് അന്വേഷണം നടത്തിയില്ല. ഈ കനിഷ്ക ബോംബ് വെച്ച് ഇതാക്കിയത് ഖാലിസ്ഥാൻ തീവ്രവാദികളാണ്. പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഫുഡ് പ്രൈസ് റൈസ് ലൈക്ലി സ്പ്രെഡ് അപ്പ് ഇൻ മെയ് എന്ന് പറഞ്ഞ കാര്യം, ഇത് മെയിൻലി ഇൻഫ്ലേഷനെ കുറിച്ചാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ട്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആൻഡ് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് CPI വെച്ചാണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ച്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് WPI വെച്ചാണ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വെച്ച്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ച്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് WPI ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വെച്ച്. ഇതാണ് RBIയുടെ മോണിറ്ററി പോളിസിയുടെ ബേസ്. ഇനിയിപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി ഇപ്പോൾ ഉടനെ റിലീസ് ചെയ്യും. അത് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ അത് ആദ്യമായിട്ടൊക്കെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. മോണിറ്ററി പോളിസി ഇസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓർ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇസ് ദ ബേസ് ഓഫ് മോണിറ്ററി പോളിസി. അതിന്റെ ബേസിലാണ് ഒരു ബാങ്കുകൾ റേറ്റ് ഒക്കെ നിശ്ചയിക്കുന്നത്, റിപ്പോ റേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വരും. എന്തായാലും അത്രയും അറിയുക. ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സംഭവത്തിന് അങ്ങനെ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്നാണ് അതിന്റെ പറയേണ്ടത്. ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ ഇപ്പോൾ 4.83% ആണ്. പെർസെന്റേജ് എന്ന് എഴുതണ്ട,
4.83% എന്ന് പറഞ്ഞാൽ ആക്ച്വലി നോക്കുമ്പോൾ ഇത് കംഫർട്ടബിൾ ആണ്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും 6% താഴെ നിർത്തുക എന്നാണ്. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 6% താഴെ നിർത്തുക. അപ്പോൾ 4.83 ഓക്കെയാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം, ഇനി ഇതിന് കോർ ഇൻഫ്ലേഷൻ എന്നൊരു സംഭവമുണ്ട്. ഈ 4.83% വരുന്ന ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ നിന്ന് ഫ്യൂവൽ ഇൻഫ്ലേഷൻ, അതായത് പെട്രോളിയത്തിൽ എപ്പോഴും പ്രൈസ് റൈസ് ഉണ്ടാവുമല്ലോ, ഫ്യൂവൽ ഇൻഫ്ലേഷൻ, അതുപോലെ ഫുഡിലും എപ്പോഴും വെജിറ്റബിൾസിലൊക്കെ എപ്പോഴും പ്രൈസ് റൈസ് ഉണ്ടാവും. അതുകൊണ്ട് അത് ഭയങ്കര വോളട്ടൈലാണ് ഈ രണ്ടെണ്ണം, ഫ്യൂവൽ ഇൻഫ്ലേഷനും ഫുഡ് ഇൻഫ്ലേഷനും. ഇത് രണ്ട് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കി കിട്ടുന്നതിനാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. കോർ ഇൻഫ്ലേഷൻ. അപ്പോൾ ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ നിന്ന് ഫ്യൂവൽ ഇൻഫ്ലേഷനും ഫുഡ് ഇൻഫ്ലേഷനും സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന കോർ ഇൻഫ്ലേഷൻ എന്ന് പറയും. അത് ഭയങ്കര സ്റ്റേബിൾ ആയിട്ടില്ല. പക്ഷേ ബാക്കി ഫുഡ് ഇൻഫ്ലേഷൻ ഫ്യൂവൽ ഇൻഫ്ലേഷൻ പ്രശ്നമാണ്. അത് പ്രത്യേകിച്ച് ഫുഡ് ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നത്. അതുകൊണ്ടാണ് ഈ 4.83 ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ നിൽക്കുന്നത്. അല്ലെ അതിലൊക്കെ താഴെ വന്നിട്ടായിരുന്നു, ഏതാണ്ട് 3% വന്നിട്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ കൂടിയ ഭയങ്കര പ്രശ്നമാണ്. ആൾക്കാരുടെ ആഹാരം, പാചകം ചെയ്യാനുള്ള സാധനങ്ങളിലെല്ലാം വിലവർദ്ധനമുണ്ട്. അത് കോമൺ മാൻ, പ്രത്യേകിച്ച് പൂവറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതിനെ കുറിച്ചൊരു ആർട്ടിക്കിളായിരുന്നു. ഓക്കെ. പിന്നെ ECB കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ECB, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. ഓരോ രാജ്യത്തും ഒരു സെൻട്രൽ ബാങ്ക് കാണും. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അമേരിക്കയുടെ സെൻട്രൽ ബാങ്ക് ഫെഡറൽ റിസർവ് ആണ്. ആ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആയിരിക്കും ആ രാജ്യത്തിന്റെ കറൻസി ഇഷ്യൂ ചെയ്യുന്നത്. ഇന്ത്യക്ക് രൂപ ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഡോളർ US ഇഷ്യൂ ചെയ്യുന്നത് പിന്നീട് ഫെഡറൽ റിസർവ് ആണ്. ഇംഗ്ലണ്ടിന് പൗണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ്, അവിടുത്തെ സെൻട്രൽ ബാങ്കായ. ജപ്പാന് യെൻ എന്ന് പറഞ്ഞ അവിടുത്തെ കറൻസി ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക് ഓഫ് ജപ്പാൻ ആണ്. അതുപോലെ സ്വിറ്റ്സർലൻഡിന് സ്വിസ് നാഷണൽ ബാങ്ക് ആണ് സ്വിറ്റ്സർലൻഡിന്റെ കറൻസിയായ ഫ്രാങ്ക് ഇഷ്യൂ ചെയ്യുന്നത്, FRANC. പാകിസ്ഥാൻ അവിടുത്തെ റുപ്പയ എന്ന് പറയുന്ന സംഭവം അവിടുത്തെ കറൻസിയാണ്. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ അവിടുത്തെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്, അവരാണത് ഇഷ്യൂ ചെയ്തത്. യൂറോപ്പിൽ കുറെ രാജ്യങ്ങൾക്ക് യൂറോ ആണ് കറൻസി. യൂറോപ്പിലെ കുറെ രാജ്യങ്ങളുടെ കറൻസി യൂറോ ആണ്. കുറെ രാജ്യങ്ങളുടെ ആ കോമൺ കറൻസിയായ യൂറോ ഇഷ്യൂ ചെയ്തത് ECB ആണ്, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. സോ യൂറോ സോൺ എന്നറിയപ്പെടുന്ന യൂറോപ്യൻ യൂണിയന്റെ ഒരു മേഖലയുണ്ട്. യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ യൂറോ കറൻസി അല്ല. അപ്പൊ യൂറോപ്യൻ യൂണിയനിൽ യൂറോ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മേഖലയെ പറഞ്ഞ യൂറോ സോൺ എന്നാണ്. യൂറോ സോണിന്റെ കറൻസിയായ യൂറോ ഇഷ്യൂ ചെയ്യുന്നത് ECB ആണ്. ECBയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഫ്രാങ്ക്ഫർട്ട് ആണ്. ഫ്രാങ്ക്ഫർട്ട് ജർമ്മനിയിലാണ്, ജർമ്മനിയുടെ ഫ്രാങ്ക്ഫർട്ട്. പിന്നെ NCLT gives approval for Vistara Air India merger. NCLT നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എയർ ഇന്ത്യയും വിസ്താരയും മെർജ് ചെയ്യാൻ വേണം. വിസ്താര എയർ ഇന്ത്യയുടെ തന്നെയാണ്. വിസ്താര എയർ ഇന്ത്യയുടെ മാത്രമല്ല, എയർ ഇന്ത്യയുടെ സിംഗപ്പൂർ എയർലൈൻസിന്റെ കൂടെയാണ്. പക്ഷെ ഇനി തൊട്ട് വിസ്താര കാണത്തില്ല. മെർജിങ് കഴിയുമ്പോൾ എയർ ഇന്ത്യ മാത്രമേ കാണൂ. വിസ്താര എന്നുള്ള എയർലൈൻ ഇല്ലാതാവും. പിന്നെ HNWI അതിന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചോ. ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്. HNWI ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്. അതിലൊരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിൽ കൂടുതൽ പൈസയുള്ള ആൾക്കാരെയാണ്, നെറ്റ് വർത്തുള്ള ആൾക്കാരെയാണ് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്. $30 മില്യൺ അങ്ങനെ എന്തോ ആണ്. അതൊന്ന് ചെക്ക് ചെയ്തോളണം. ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിന്റെ ഡെഫിനിഷൻ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി ഗോളിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി ഗോൾ എന്ന് പറഞ്ഞാൽ 2030 കൂടി 500 GW പവർ REയിൽ നിന്ന് ഉത്പാദിപ്പിക്കണമെന്നാണ്. RE മീൻസ് റിന്യൂവബിൾ എനർജി. റിന്യൂവബിൾ എനർജി മീൻസ് സോളാർ, വിൻഡ്, അതുപോലുള്ള സംഭവങ്ങൾ. അതിൽ നിന്ന് 500 GW എനർജി ബൈ 2030. അതാണ് ഇന്ത്യയുടെ RE ഗോൾ, റിന്യൂവബിൾ എനർജി ഗോൾ. പിന്നെ UN സെക്യൂരിറ്റി കൗൺസിലേക്ക് ഡെൻമാർക്ക്, പാകിസ്ഥാൻ, സൊമാലിയ, ഗ്രീസ്, പനാമ ഇത്രയും രാജ്യങ്ങൾ സെലക്ട് ചെയ്തു. UN സെക്യൂരിറ്റി കൗൺസിലേക്ക് ഡെൻമാർക്ക്, പാകിസ്ഥാൻ, സൊമാലിയ, ഗ്രീസ് ആൻഡ് പനാമ എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് വല്ല വിവരമുള്ളവരാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒരു സംശയം തോന്നും. UN സെക്യൂരിറ്റി കൗൺസിലിൽ 5 മെമ്പേഴ്സ് അല്ലേ ഉള്ളെന്ന്. നമ്മുടെ പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള വീറ്റോ പവറുള്ള USA, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ ആൻഡ് ചൈന, അത് തന്നെയാണ് 5 പേരെ പെർമനന്റ് മെമ്പേഴ്സേ ഉള്ളൂ. പക്ഷെ നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ട് 10 പേരെ കൂടെ സെലക്ട് ചെയ്യും. 2 വർഷമായിരിക്കും ആ സെലക്ട് ചെയ്യുന്ന രാജ്യത്തിന്റെ കാലാവധി. ഇന്ത്യ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ പാകിസ്ഥാൻ, ഡെൻമാർക്ക്, സൊമാലിയ, ഗ്രീസ്, പനാമ സെലക്ട് ചെയ്യപ്പെട്ടു. വേറെ 5 പേരും എൻ്റെ അകത്തുണ്ട്. മൊത്തം 15 പേരാണ് UN സെക്യൂരിറ്റി കൗൺസിലുള്ളത്. 10 നോൺ പെർമനന്റ് മെമ്പേഴ്സും 5 പെർമനന്റ് മെമ്പേഴ്സ്. പിന്നെ ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസില് ഇസ്രായേലിനെതിരെ ഗാസയിൽ നടക്കുന്ന അക്രമങ്ങളുടെ പേരിൽ കൊടുത്ത ജിനോസൈഡ് എന്നുള്ള പേരുള്ള, അതായത് വംശഹത്യ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നു എന്നുള്ള പേരിൽ കൊടുത്ത കേസ് കൊടുത്തതാണ് സൗത്ത് ആഫ്രിക്ക. ആ കേസിൽ കക്ഷി ചേരാൻ
സ്പെയിൻ തീരുമാനിച്ചു. അത് വലിയ തിരിച്ചടിയാണ്. സ്പെയിൻ എന്ന് പറയുന്ന രാജ്യമൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ, അവർ പൊതുവെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ബട്ട് ദേ ആർ ഓൾസോ നൗ അഗെയിൻസ്റ്റ് ഇസ്രായേൽ ഡ്യൂ ടു ദിസ് ഡിസ്പ്രപ്പോർഷനറ്റ് അറ്റാക്ക് ഇൻ ഗാസ. ഓക്കെ, അപ്പോ ഈ സ്പെയിനും പിന്നീട് അയർലാൻഡും നോർവേ അല്ലേ ഇപ്പോ അവര് ഈ പലസ്തീനെ രാജ്യമായിട്ട് റെക്കഗ്നൈസ് ഒക്കെ ചെയ്തു. അപ്പൊ സ്പെയിൻ ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ സൗത്ത് ആഫ്രിക്ക കൊടുത്ത കേസിലും കക്ഷി ചേരാൻ പോയാണ്. ICJയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നെതർലാൻഡ്സിലെ ഹേഗ് HAGUE എവിടെയാണെന്ന് വെച്ചാൽ നെതർലാൻഡ്സിലാണ്. ഹേഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നെതർലാൻഡ്സ്. അടുത്ത ക്ലൈമറ്റ് കോൺഫറൻസ് നടക്കാൻ പോണ സ്ഥലത്തിന്റെ പേര് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് ക്ലൈമറ്റ് കോൺഫറൻസ് COP29 സമ്മിറ്റ്. യുണൈറ്റഡ് നേഷൻസിന്റെ UNFCCC എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്. യുണൈറ്റഡ് നേഷൻസിന്റെ UNFCCC, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCC. അവരാണ് ഈ COP മീറ്റിംഗുകൾ നടത്തുന്നത്. COP എന്ന് പറഞ്ഞാൽ കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ്. COP എന്ന് പറയുന്നതാണ് കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ്. അതിന്റെ 29th മീറ്റിംഗ് ബാക്കുവിൽ വെച്ച് നടക്കാൻ പോകുന്നു. ബാക്കു എന്ന് പറഞ്ഞാൽ അസർബൈജാന്റെ ക്യാപിറ്റലാണ്. അസർബൈജാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ക്യാപിറ്റലാണ് ബാക്കു. ഇവിടെ വെച്ച് UNFCCCയുടെ COP29 മീറ്റിംഗ് നടക്കാൻ പോകണം. COP28 മീറ്റിംഗ് അവസാനം ദുബായിൽ വെച്ച് നടന്നു കഴിഞ്ഞ വർഷം ഡിസംബറിൽ. ഒരു 5-6 മാസം ആകത്തുള്ളൂ ഡിസംബറിൽ. പിന്നെ സുനിൽ ഛേത്രി, ഇന്ത്യയുടെ ലെജൻഡറി ഫുട്ബോൾ പ്ലെയർ സുനിൽ ഛേത്രി ഇന്നലെ റിട്ടയർ ചെയ്തു ഫുട്ബോളിൽ നിന്ന്, അറിഞ്ഞിരിക്കുക. പിന്നെ T20 ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസിലും US വെച്ച് നടക്കുന്നതിനെ കുറിച്ചുണ്ട്. ഫ്രഞ്ച് ഓപ്പൺ ഏതാണ്ട് അവസാനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രഞ്ച് ഓപ്പണിന്റെ ഫൈനലൊക്കെ ആവാറായി വരികയാണ്. ഈ സാറ്റർഡേ സൺഡേ ആയിട്ട് ഫ്രഞ്ച് ഓപ്പൺ ഫൈനൽ നടക്കും റൊളാൻഡ് ഗാരോസിൽ. ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്ന വെന്യൂ ഏതാണ്? റൊളാൻഡ് ഗാരോസ്. പിന്നെ ഇന്ത്യയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു വനിതാ ടെന്നീസ് പ്ലെയർ ആണ് അങ്കിത റൈന. ഇവരെ കുറിച്ച് ഒരിക്കൽ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് അങ്കിത റൈന. ഷീസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ടെന്നീസ് ആണ്, ടെന്നീസ്. ലക്ഷ്യ സെൻ, ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബാഡ്മിന്റൺ പ്ലെയർ ആണ് ലക്ഷ്യ സെൻ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോട്ട്സ് എഴുതിയെടുക്കുക.